ദൈവത്തിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുകയും യേശുക്രിസ്തുവാണ് ഏകരക്ഷകനും കർത്താവും ഏക സത്യദൈവമെന്ന് വിശ്വസിച്ചു ഹൃദയത്തിൽ സ്വീകരിക്കുന്ന യാതൊരു വ്യക്തിക്കും ജീവപര്യന്തം ആ വ്യക്തിക്ക് കാവലായി ദൈവം ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അവർ രക്ഷിക്കപ്പെട്ടവരുടെ ഒരു രക്ഷയിലേക്ക് എത്തിച്ചേരും വരെ രക്ഷിക്കപ്പെടുന്നവരുടെ സേവാത്മാക്കളായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ വരവോളം, കർത്താവിൽ ചേർക്കപ്പെടുവോളം ഈ ദൂതന്മാർ ദൈവമക്കൾക്ക് കാവലായിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാനവരാശിയുടെ നിത്യരക്ഷയ്ക്കായി ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു താൻ സൃഷ്ടിച്ച മനുഷ്യന് മാനസാന്തരവും പാപമോചനവും നിത്യജീവനും നൽകിയ ആ സുവാർത്ത കേൾക്കാതിരിക്കാനും കേട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാതിരിക്കാനും തടയുന്ന സാത്താന്യ ആത്മാക്കളെ നാം തിരിച്ചറിയണം. സാത്താൻ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഈ ആത്മാക്കൾ എക്കാലത്തും സുവിശേഷത്തെ തടയുവാൻ സുവിശേഷ വിരോധികൾക്കും ദൈവത്തെ അന്വേഷിക്കാത്തവർക്കും ദൈവീയ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവർക്കും കാവലായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ സത്യദൈവത്തെ അറിയുന്നത് തടയുന്നതാണ് ഈ സാത്താന്യ സേവാത്മാക്കളുടെ ലക്ഷ്യം. എന്തിനേറെ പറയുന്നു, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്യിൽ എങ്ങനെയും മനുഷ്യനെ കൊണ്ടെത്തിക്കണം. അതിനായിട്ട് ഈ സാത്താന്യ സേവാത്മാക്കൾ അക്ഷീണ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നാണയത്തിന് 2 തട്ടുകളുള്ളതുപോലെ 2 ആത്മരാജ്യമുണ്ട്. ഒന്ന് ദൈവരാജ്യം, മറ്റൊന്ന് സാത്താന്യ സാമ്രാജ്യം. ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുമ്പോൾ പിശാചോ സകലതും തിന്മയ്ക്കായി ചെയ്യുന്നു. ആത്മീയ സത്യങ്ങൾ നാം അറിയാതിരിക്കരുത്, അറിയുക തന്നെ വേണം.